ഇൻഫ്ലുവൻസർ പെർമിറ്റ് ഓർ അഡ്വർടൈസ്മെൻറ്റ് പെർമിറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇപ്പോഴും നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ക്ലിയർ ആയിട്ടുള്ള വേർഷൻ ആരൊക്കെ ഈ ലൈസൻസ് ഈ പെർമിറ്റ് എടുക്കണം എന്നതിനെക്കുറിച്ച് ഉള്ളൊരു വീഡിയോ ആണ്. മെയിൻ ലാൻഡ് ലൈസൻസ് ഉള്ളവർ, റെസ്റ്റോറൻറ്റ്സ്, അതേപോലെ ഫാർമസീസ്, ക്ലിനിക്സ്, ബാക്കി എല്ലാ നോർമൽ ലൈസൻസ് ഉള്ളവരും അവർക്ക് അവരുടേതായ വീഡിയോ എടുക്കുന്നതിന് ഈ പെർമിറ്റ് ആവശ്യമുണ്ടോ? പ്രൊമോഷണൽ വീഡിയോ ആണ് അവർ ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ പ്രൈസ് മെൻഷൻ ചെയ്ത് അതുപോലെ ഓഫേഴ്സ്, പിന്നെ അവരുടെ പ്രോഡക്റ്റ് ഓർ സർവീസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ആണെങ്കിൽ ഈ ഒരു പെർമിറ്റ് എടുക്കൽ നിർബന്ധമാണ്. പക്ഷേ നോർമൽ ലൈസൻസ് ഉള്ളവർക്ക് ഈ പെർമിറ്റ് എടുക്കണമെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഓർ അഡ്വർടൈസ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആഡ് ചെയ്തെങ്കിൽ മാത്രമേ ഈ ഒരു ലൈസൻസ്, ഈ ഒരു പെർമിറ്റ് എടുക്കാൻ സാധിക്കുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഞാൻ ഇപ്പോൾ വീഡിയോ ചെയ്യുന്നുണ്ട്, പക്ഷേ ഈ വീഡിയോസ് ഇൻഫോർമേറ്റീവ് ഓർ എഡ്യൂക്കേഷണൽ കാറ്റഗറിയിൽ പെടുന്നതാണെങ്കിൽ, അല്ലെങ്കിൽ നോർമൽ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാനാണെങ്കിൽ ഒരിക്കലും ഒരു ലൈസൻസ് അല്ലെങ്കിൽ പെർമിറ്റ് എടുക്കാൻ ആവശ്യമില്ല. കാര്യം ഞാൻ എൻ്റെ ട്രേഡ് ലൈസൻസ് എൻ്റെ കമ്പനിക്ക് വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. പക്ഷേ ഞാൻ പ്രൈസ് മെൻഷൻ ചെയ്ത് എൻ്റെ പ്രോഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഒരു വീഡിയോ എടുക്കുന്നതാണെങ്കിൽ, അതുപോലെ പബ്ലിക്കായിട്ടുള്ള പ്ലേസിൽ നിന്ന് വീഡിയോ എടുക്കുന്നതാണെങ്കിൽ ഈ ഒരു പെർമിറ്റ് നിർബന്ധമായും എടുക്കണമെന്നാണ് നമ്മളെ അറിയിച്ചിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ഇതുമായി റിലേറ്റഡ് ആയ എന്തെങ്കിലും ഡൗട്ട്സോ, അല്ലെങ്കിൽ ഫ്രീലാൻസ് ലൈസൻസ്, ട്രജർ അബുദാബി ലൈസൻസ്, മെയിൻലാൻഡ് ലൈസൻസ്, ഇനി അതല്ലെങ്കിൽ ആക്ടിവിറ്റി ആഡ് ചെയ്യാനും നിങ്ങൾക്ക് ഈ നമ്പറിൽ ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്.